കൾട്ട് ക്ലാസിക് സ്റ്റോറി ആയിട്ടുള്ള രാമായണത്തിനെ ആസ്പദമാക്കി ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ട്. ഹോളിവുഡിൽ നിന്നും ഒരു ആനിമേറ്റഡ് സിനിമയും റിലീസായിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റായിട്ട് ഇറങ്ങി നമ്മുടെ ഏതാണ് സിനിമ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓം റാവുത്ത് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ആദിപുരുഷ്, പ്രഭാസ് നായകനായിട്ടുണ്ടായിരുന്ന അനുഭവം വരുന്നു. എൻ്റെ പിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാതിരിക്കുന്നതാണ് അത് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു രാമായണ സ്റ്റോറി വരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് പേടിച്ചു. വീണ്ടും ഒരു ആദിപുരുഷാണോ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചു. ബട്ട് ഡയറക്ടറിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ പകുതി ഒരു ആശ്വാസം കിട്ടി. ദൻഗൽ അങ്ങനെ തുടങ്ങി ഗംഭീര സിനിമകളൊക്കെ എടുത്തിട്ടുള്ള നിതീഷ് തിവാരിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. രൺബീർ കപൂർ ഉണ്ട്, സായി പല്ലവി ഉണ്ട്, യാഷ് ഉണ്ട്, നമ്മുടെ KGF യാഷ്. അപ്പോൾ ഇതെല്ലാം ഒരു ഗംഭീരമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു അപ്ഡേഷൻ വന്നു. ഇതിൻ്റെ മ്യൂസിക് ചെയ്യാൻ പോകുന്നത് AR റഹ്മാനും അതുപോലെ തന്നെ ദ ലെജൻഡറി ഹാൻസ് സിമ്മറുമാണ്. നമ്മുടെ ഇൻസെപ്ഷൻ, ഇൻറ്റർസ്റ്റെല്ലാർ തുടങ്ങി ഗംഭീര സിനിമകളൊക്കെ മ്യൂസിക് കൊടുത്ത ആ ഇൻ്റർനാഷണൽ ആള് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി വരികയാണെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷം നൽകിയൊരു മൊമെൻ്റായിരുന്നു. എങ്ങനെയായിരിക്കും അതിനെ ഔട്ട് ചെയ്യാൻ പോകുന്നത്? പുള്ളി ഒരു ഇന്ത്യൻ അഡാപ്റ്റേഷൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മിക്സ്ചറൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്ന് വരുമല്ലോ. അപ്പം അതൊക്കെ എന്തായിരിക്കും എന്നൊക്കെ ഭയങ്കര എക്സൈറ്റഡിലുമാണ് ഞാനിരിക്കുന്നത്. അപ്പോഴാണ് കിടക്കുന്നത്. ഇന്ന് നമ്മുടെ യാഷിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഇന്നൊരു അനൗൺസ്മെൻറ്റ് വീഡിയോ, ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വീഡിയോ ഇന്ന് റിലീസാവുമെന്ന് അപ്ഡേഷൻ വന്നത്. അപ്പം സംഗതി എന്തായാലും റിലീസായിട്ടുണ്ട്. അത് നമുക്ക് റിയാക്ട് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഏതാണ്ട് ഒരു 3 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വലിയൊരു വീഡിയോ ക്ലിപ്പ് തന്നെയാണ്, ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് തന്നെയാണ് അവർ റിലീസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. വേൾഡ് ഓഫ് രാമായണ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ തുടങ്ങി അതിൻ്റെ അകത്ത് തന്നെയാണ് ശരിക്കും അവർ അപ്ലോഡാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത് നമിത് മൽഹോത്രാസ് രാമായണ. അപ്പോൾ എന്തായാലും നമുക്ക് ദ ഇൻട്രൊഡക്ഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. ഇപ്പോൾ ഓഡിയോ എല്ലാം കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ സമയം വൈകിപ്പിക്കാതെ നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. ലെറ്റ്സ് റിയാക്ട്. ഓക്കെ, സൗണ്ട് ഓക്കെ അല്ലേ? ഒരു മിനിറ്റ്. ഇതിൻ്റെ ക്ലാരിറ്റി വളരെ കുറവാണ്. ഒന്ന് ജസ്റ്റ് ഒരു 1080p കിടക്കട്ടെ. യെസ്, കുറച്ച് മലയാളത്തിൽ സബ്ടൈറ്റിലുണ്ട് കേട്ടോ. ബ്രഹ്മ, സൃഷ്ടിദേവൻ, വിഷ്ണു, സ്ഥിതിദേവൻ, ശിവ, സംഹാരദേവൻ, ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ. എന്നാൽ നിങ്ങളെല്ലാം തീർക്കാനുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. എനിക്ക് ഈ സബ്ടൈറ്റിൽ വലിയ ആരോഗ്യമാണ്. വാവ്, സൂപ്പർ. രാവണ, പവർ ആൻഡ് റിവെഞ്ച്. രാമ, ധർമ്മ ആൻഡ് സാക്രിഫൈസ്. രൺബീർ കപൂർ, സായി പല്ലവി, സീത, ലക്ഷ്മണ, രാം, സണ്ണി ഡിയോൾ, ഹനുമാൻ. ഓക്കെ, ഹാൻസ് സിമ്മർ, നിതീഷ് തിവാരി. ഗൂസ്ബംസ് IMAX-ൽ ഷൂട്ട് ചെയ്യുന്നല്ലേ? വാവ്, ഞാൻ ഒരു സംഭവത്തിൽ കണ്ട VFX ഇടുക്കും. മൽഹോത്രാസ്. ഓ, wow, our history. ഓ, അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടാ. ഇതാണ് വേണ്ടത്.
ഇതാണ് മോനെ വേണ്ടത്. പാർട്ട് 1. ഓ 2026-27 കൂടിയാണ് വരുന്നത് കേട്ടോ അല്ലേ? 1 സെക്കൻഡ്. വാവ്, 2 പാർട്ട് പടമാണ്. ഫസ്റ്റ് പാർട്ട് ദീപാവലി ഈ വർഷം, സോറി നെക്സ്റ്റ് ഇയർ. സെക്കൻഡ് പാർട്ട് ദീപാവലി 2027. ഇനി കാത്തിരിക്കണമല്ലോ ദൈവമേ, അടുത്ത വർഷം പകുതി വരെ കാത്തിരിക്കണമല്ലോ. മാൻ സൂപ്പർ. രാമ രൺബീർ കപൂർ, ലക്ഷ്മണൻ റാവ് ഡുംബെ, അതാരാന്നറിയത്തില്ല, തപ്പി നമുക്ക് നോക്കാം. സീത സായി പല്ലവി, പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും, ഒന്നും പറയാനില്ല. ഹനുമാൻ സണ്ണി ഡിയോൾ, രാവണ യഷ്. മാൻ സംഗതി ഒരു ഹൈ തന്നു, സത്യം പറയാലോ ഒരു ഹൈ തന്നു, ഒന്നും പറയാനില്ല. തീർന്നല്ലേ എൻ്റെ അല്ലേ? സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു ഹൈ തന്നു, ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നു. ഒരു ആദിപുരുഷ് കണ്ടതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കുഞ്ഞിലെ മുതൽ പഠിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ആ വല്യമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കുറേ കഥകളുണ്ട്. ഇതിനെയൊക്കെ ഒരു മോഡേൺ വേർഷൻ ഓഫ് രാമായണമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞതെങ്കിൽ കൂടി കൈവിട്ടുപോയി സാധനം. ഇവിടെ അതിനൊരു അടിവര ഇട്ടുകൊണ്ട് അവർ പറയുന്നുണ്ട് 8 അക്കാഡമിക് വിന്നായിട്ടുള്ള VFX ടീമാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് അവർ അടിവര ഇട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേര് തന്നെ ഇവിടെ അവർ കൃത്യമായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. VFX by DNEG അവരാണ് ചെയ്യാൻ പോകുന്നത്. കാരണം അത് എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, നല്ല VFX വർക്ക് ചെയ്തിരിക്കും എന്നുള്ളൊരു ഉറപ്പ് അവർ തരുന്നതാണ്. ഇതേതാണ്ട് സംതിങ് 800 കോടിയുടെ മുകളിൽ എങ്ങാണ്ടാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്നൊക്കെയാണ് ന്യൂസ് വരുന്നത്. എന്താവുമെന്ന് അറിയത്തില്ല. ലെറ്റ് സി. നമുക്കിത് എന്തായാലും നമ്മളിത് തിയേറ്ററിൽ കാണും. അടുത്ത വർഷം ആകുമ്പോഴേക്കും മിക്ക സെൻറ്ററുകളിലും IMAX കൂടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരു IMAXൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ഇത് നമ്മളെന്തായാലും IMAXിൽ കാണും. ആ സമയത്ത് നമ്മളെവിടെയാണോ അറിയത്തില്ല. എന്തായാലും നമ്മൾ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ഒരു വർഷമുണ്ട്, ഇനി സമയം കിടക്കുന്ന. ഇതിന് ട്രെയിലർ വരണം, ടീസർ വരണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പാട്ടുണ്ട്, എല്ലാം വരട്ടെ. അങ്ങനെ ചാർജ് ആവട്ടെ. കൊള്ളാം, അടിപൊളി. അപ്പം നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.